സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് വിവാദത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ കുറ്റപ്പെടുത്തി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത്. കേന്ദ്രം അനുവർത്തിക്കുന്ന അതേ ഫാസിസ്റ്റ് ലൈനിലേക്ക് വരികയും തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് കുട്ടികളെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേൾവിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോവുകയാണ്. ഷഫീദ് റാവുത്തറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഷഫീദ്, ഇത് ഏതൊക്കെ ചോദ്യങ്ങളോടാണ് ഈ എതിർപ്പ് ഷഫീദ്? ഉന്മേഷ്, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പറയുന്ന ചോദ്യങ്ങളോടാണ് പ്രധാനമായും ഈ അധ്യാപക സംഘടനകൾ എതിർപ്പ് ഇപ്പോൾ പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പക്കലുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ സ്കൂൾ തല പ്രാഥമിക റൗണ്ടിലുള്ള ചോദ്യാവലികളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു കുറിപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് 4ാമത്തെ ചോദ്യമായി പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം കേരളമാണ്. 2020 നവംബർ 1 ഈ പ്രഖ്യാപനം നടത്തിയത് ആരാണ് എന്ന 4ാമത്തെ ചോദ്യം അത് പ്രശ്നമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് 7ാമത്തെ ചോദ്യമാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഇത് ഏത് വകുപ്പിന്റെ ആപ്തവാക്യമാണെന്ന ഒരു ചോദ്യമുണ്ട്. 9ാമത്തെ ചോദ്യം, കായിക പ്രവർത്തനങ്ങളുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ ലക്ഷ്യമുള്ള സംസ്ഥാന കായിക വകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണെന്നൊക്കെയുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്ന, സർക്കാരിന്റെ പദ്ധതികൾ പറയുന്ന ചോദ്യങ്ങൾ, അതിനെതിരെയാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേര് ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങളും ഇതിലുള്ളത് അത് ഏകപക്ഷീയമാണെന്ന് KPSC പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് KPSCയുടെ ഇക്കാര്യത്തിലെ അവരുടെ വിമർശനം. ഇതിനെതിരെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളുമായി പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ രംഗത്തെത്തുന്നത് ആലോചിക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്ന ക്വിസ് അത് തുടരും. വലിയ സമ്മാന തുകയടക്കം കുട്ടികൾക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. സ്കൂൾ തല, കോളേജ് തല മത്സരങ്ങളാണ് നടക്കുക. അതിന്റെ പ്രാഥമിക റൗണ്ടിലെ മത്സരങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങിയത്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.